ഈശോയിൽ സ്നേഹമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയിലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഇടവകപ്പള്ളിയിലാണ് ഞാനിപ്പോഴിരിക്കുക. ആയിരത്തി 1997 ഡിസംബർ മാസം 27-ാം തീയതി ഈ ദേവാലയത്തിലെ അൾത്താരയിലാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. ഈ ആലയത്തിൽ അന്ന് ആരംഭിച്ച ആ ദിവ്യ ശുശ്രൂഷ ഇപ്പോൾ 28 വർഷങ്ങൾ ഞാൻ പിന്നിട്ടിരിക്കുകയാണ്. രണ്ടായിരത്തി 23 ഈ അൾത്താരയിൽ വീണ്ടും പൗരോഹിത്യത്തിൻ്റെ 25 വർഷങ്ങൾക്ക് പൂർത്തിയാകുമ്പോൾ ബലിയർപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ സമയം കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. 20 വർഷങ്ങൾ പൗരോഹിത്യം പൂർത്തിയാക്കിയിരുന്നൊരു സമയത്താണ് ഞാൻ സഖിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വൈദികരുടെ ധ്യാനത്തിന് പോകുന്നത്. ഫെബ്രുവരി മാസം 4-ാം തീയതി 2018. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുന്നും ഒരു പിന്നും എന്ന നിലയിൽ ഈശോയോടൊപ്പമുള്ളൊരു യാത്ര പൗരോഹിത്യത്തിൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ തീക്ഷ്ണതയോടെ ആരംഭിക്കുക ഈ 2018 ശേഷമാണ്. പൗരോഹിത്യ ജീവിതത്തിൻ്റെ 28 വർഷങ്ങളിൽ ഈശോ എന്നെ തൊട്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ മുതലാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ആലയത്തിൽ വീണ്ടും വന്ന് അമ്മയെ സാക്ഷ്യപ്പെടുത്തി ഈ ദിവസം എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ പരിശുദ്ധ അമ്മയാണ് എന്നെ തിരിച്ചു പിടിച്ചതെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്തി ധ്യാനം ആരംഭിച്ച് ആദ്യമായിട്ടൊരു ധ്യാനത്തിൽ പങ്കുചേരുന്നതാണ്, കരിസ്മാറ്റിക് ധ്യാനം. അപ്പോൾ ആ സമയത്ത് ഒരു സ്പിരിച്വൽ ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ എനിക്ക് തിരിച്ചു കാണിച്ചു തരിക. ഒരു 20 വർഷത്തിൻ്റെ എൻ്റെ പൗരോഹിത്യ ജീവിതം ആയിരുന്നതുപോലെ എന്നെ തിരിച്ചു കാണിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ പല ആന്തരിക മേഖലകൾ, ഒരുപക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന സംഭവങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന സഹോദരിയുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു സർവെയിൽ ക്യാമറ വെച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോലെയാണ് അനുഭവങ്ങൾ എന്നെ കാണിച്ചത്. എനിക്ക് വലിയ വിറയൽ അനുഭവപ്പെട്ടു. ഞാൻ വലിയ ശബ്ദത്തോടെ കരഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന സഹോദരിയോട് അധരത്തിലൂടെ ഒരു വചനം എനിക്ക് തന്നു. വചനം ഇതാ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അതിൻ്റെ 25. ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, സകല മാലിന്യങ്ങൾ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും, സകല വിഗ്രഹങ്ങളിൽ നിന്നെ ഞാൻ നിർമ്മലനാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം മാറ്റി മാംസല ഹൃദയം മാറ്റി. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ ഉള്ളിൽ വലിയ ഒരു തീ വന്നു വീണതുപോലെയായി. എനിക്ക് ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന ശക്തമായൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എനിക്കതിന് പരിശുദ്ധാത്മാവ് തന്ന ഏറ്റവും വലിയൊരു അറിയിപ്പ് കൂടെയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക. ഈ തീ കത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണമെന്നൊരു വലിയ അറിയിപ്പ് കൂടി എനിക്ക് ലഭിച്ചു. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ 2018 ഫെബ്രുവരി 4 മുതലുള്ള ദിവസങ്ങളിൽ ആ തീ നഷ്ടപ്പെടാതിരിക്കാനും ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധയായ അമ്മയുടെ കരം പിടിക്കാൻ അന്ന് ഞാൻ ആരംഭിച്ചു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നൽകിയിരുന്നു. എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ്, ഇനി ഇങ്ങനെ പോയാൽ പോരാ, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് തുടർച്ചയായിട്ട് ഞാൻ വചനം വായിക്കാൻ തുടങ്ങി.
ഓരോ വചനം ഇങ്ങനെ വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എനിക്ക് ഈ വചനം ഉള്ളിൽ പ്രവേശിക്കാനുള്ളൊരു ആഗ്രഹം തരുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നില്ല. ഒരുപാട് വചനങ്ങളൊക്കെ ഞാൻ രേഖപ്പെടുത്തി നോക്കി, മണിക്കൂറുകൾ എടുത്ത് വായിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് വചന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് വലിയ വിഷമത്തോടെ പഴയ പള്ളിയുടെ മുന്നിലുള്ള ഒരു ഗ്രോട്ടോയുണ്ട് പരിശുദ്ധ അമ്മയുടെ. ഈ ഗ്രോട്ടോയിൽ പോയിരുന്നു അതിരാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു പക്ഷേ കപ്പിയാർ 5:30 മണിയടിക്കാൻ വരും. അപ്പോൾ അതിന് മുൻപേ ഒരു 4 മണി 4:30 കഴിയുമ്പോൾ ഞാൻ പോകും. ഒരു മണിക്കൂറെങ്കിലും ഒരു സമ്പൂർണ്ണ ജപമാല പരിശുദ്ധ അമ്മയുടെ മുന്നിലിരുന്ന് അർപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും, അമ്മേ മാതാവ്, എനിക്ക് ഈ ഒരു ആഗ്രഹം ഇനിയുള്ളൂ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനമൊക്കെ എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. കുറേയേറെ കാലം വേണ്ടി വന്നു. പക്ഷേ സാവധാനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ദൈവവചനം അധരങ്ങളിലേക്ക് വന്നു തുടങ്ങി. ആദ്യ സമയത്തൊക്കെ അത് ഉള്ളിലായിരുന്നെങ്കിൽ പിന്നീട് അധരത്തിലേക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷകളിലോ പ്രാർത്ഥനകളിലോ ചെല്ലുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനം തരാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു കരുത്തായി മാറി. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥയിലാണ് ഈ വചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം എന്നിലേക്ക് പ്രവേശിക്കുക.